റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ എന്ന് അന്യ സമുദായങ്ങളിലുണ്ടെന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നവരിൽ പോലുമുണ്ട്. റബ്ബല്ലാത്തവരെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരോട് സങ്കടം പറയുന്ന, ആത്യന്തികമായി അവരിൽ തവക്കുലാക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. എല്ലാവർക്കും ബാധകമാണ്. കാരണം താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലാവരും ഉത്തരം പറയണം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് അല്ലാഹു ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ മുഴുവനും അവൻ മാത്രമാണ് ഇലാഹ് എന്നുള്ളതിന് അവൻ സ്ഥാപിക്കുന്ന തെളിവുകളാണ്. മറുപടി പറയുന്നവർ അല്ല, ഇതൊക്കെ ഞങ്ങളുടെ ഇലാഹുകൾക്ക് ഉണ്ട് എന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവർ പറയണം എന്നാണ് അള്ളാഹിന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നതിൻ്റെ അവസാനം ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ആയത്ത് പാരായണം ചെയ്തപ്പോഴൊക്കെ ഒരു ചോദ്യം ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ആ ചോദ്യം? ഇലാഹും മഅല്ലാഹ്, ഇലാഹും മഅല്ലാഹ്. ആ ചോദ്യം ഏത് മനസ്സുകളെയാണ് പിടിച്ചു കുലുക്കാത്തത്? അള്ളാഹുവിന്റെ കൂടെ ഒരു ഇലാഹുണ്ടോ? അല്ലെങ്കിൽ പറ. പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന, പൂജിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കൊണ്ട് പറ്റും എങ്കിൽ അതൊന്നും പറ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് മനസ്സിരുത്തി വായിക്കുന്ന ഒരു മനുഷ്യന് ഭൂമിയിൽ ശിർക്ക് ചെയ്യാൻ കഴിയൂല. എങ്ങനെ കഴിയാ? പിന്നെ ഇതൊക്കെ അംഗീകരിച്ചിട്ട് പിന്നെ ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബല്ലാത്തവരെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയാം? അപ്പൊ തികച്ചും ബുദ്ധിശൂന്യമായ, ഒരു തെളിവുകളുമില്ലാത്ത, യാതൊരു ബുർഹാനുമില്ലാത്ത കേവലം ഊഹങ്ങളെ പിൻപറ്റുക എന്നുള്ളത് മാത്രമാണ് ശിർക്ക് ചെയ്യുന്നവർക്ക് ആകെയുള്ള കൈമുതൽ. ഊഹങ്ങളെ അല്ലാതെ അവർ പിൻപറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൂടെ? അതിങ്ങനെ കൊടുത്തൂടെ? അള്ളാഹ്ക്ക് എന്താണ് കഴിവ്? കൊടുത്തൂടെ? അവർക്കെന്താ സഹായിക്കാൻ പറ്റിക്കൂടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കാന്നല്ലാതെ ഒരു തെളിവ് കൊണ്ടുവരാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അത് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാന്റെ വാക്കാണ്. അള്ളാഹുവിന് പുറമെ മറ്റാരെയൊക്കെ ആരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവന്റെ കയ്യിൽ രേഖയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. തെളിവില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരീന്നല്ല പറയുന്നുണ്ട്. ഹാത്തു ബുർഹാനക്കും. ഏത് കള്ളവാദികളോടും ഇസ്ലാമിന് പറയാനുള്ളതാണ്, നിങ്ങളുടെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ. നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയൂല. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ രേഖയില്ല. പണ്ട് അള്ളാന്റെ ചോദ്യങ്ങൾ നോക്കൂ, അതിലേക്ക് നല്ല മനസ്സ് കൊടുക്കുക. നമ്മൾ മനസ്സിരുത്തി പഠിക്കുക. ആയത്തുകളൊക്കെ ബൈഹാർട്ടാക്കുക.